ശബരിമലയുടെ മാസ്റ്റർ പ്ലാൻ ഘട്ടങ്ങളായി നടപ്പിലാക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ. ഭക്തർക്ക് ദർശനം മികച്ചതാക്കാനുള്ള പ്രവർത്തനങ്ങൾ ബോർഡ് നടത്തും. സുതാര്യമായി കാര്യങ്ങൾ നടപ്പിലാക്കുകയാണ് ബോർഡിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. നിലയ്ക്കൽ, പമ്പ, സന്നിധാനം ഈ 3 സ്ഥലത്തും മാസ്റ്റർ പ്ലാൻ കമ്മിറ്റിയുടെ പരിഗണനയിലുള്ള വിഷയങ്ങൾ എന്താണ്, അതിൽ നമുക്ക് അടിയന്തരമായിട്ട് നടപ്പിലാക്കേണ്ടത് ഏതൊക്കെ. അപ്പോൾ അങ്ങനെ ആ അടിസ്ഥാനത്തിൽ പിന്നെ അവർക്ക് ഒരുപാട് പദ്ധതികളുണ്ടല്ലോ. അതിലിപ്പോൾ അടിസ്ഥാനപരമായി അടുത്ത വർഷത്തെ തീർത്ഥാടനത്തിൽ ഗുണപരമായിട്ട് വ്യത്യാസങ്ങൾ വരണമെങ്കിൽ എന്തൊക്കെ വേണം? ഏറ്റവും പ്രധാനമായിട്ട് നിലയ്ക്കലിൽ കുറച്ചുകൂടെ ക്രമീകരണങ്ങളും നിയന്ത്രണങ്ങളും വന്നെങ്കിൽ, സൗകര്യങ്ങളും വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെ ശാസ്ത്രീയമായിട്ടൊന്ന് പുനഃസംഘടിപ്പിക്കാൻ പറ്റൂ. എന്ന് വെച്ചാൽ നിലയ്ക്കലിൽ വരുന്ന ആളുകൾക്ക് അവിടെ സന്തോഷമായിട്ട് ഇരിക്കാൻ സാധിക്കണം, കുറച്ചേറെ നേരം ഇരിക്കണമെങ്കിലും ബുദ്ധിമുട്ടില്ല എന്നുള്ള തരത്തിൽ ഇരിക്കാൻ സാധിക്കണം. അവരുടെ ബസ് പാർക്ക് ചെയ്യാനും കാർ പാർക്ക് ചെയ്യാനുമുള്ള സൗകര്യങ്ങളുണ്ടാവണം. നിങ്ങൾക്ക് ഇത്ര സമയം കൊണ്ട് ഇവിടുന്ന് പോയാൽ ഇത്ര സമയം കൊണ്ട് നമുക്ക് തൊഴുത് വരാൻ പറ്റുന്നുള്ള ഇൻഫർമേഷൻ കൊടുത്തുകൊണ്ടിരിക്കണം. പോലീസും ദേവസ്വം ബോർഡും എല്ലാവരും കൂടെ ചേർന്നുള്ളൊരു കൺട്രോൾ റൂം അവിടെ ഉണ്ടാവണം. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. അപ്പോൾ അത് 18 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് ടെൻഡർ ചെയ്ത് വച്ചിരിക്കുകയാണ്. അത് അവാർഡ് ചെയ്തിട്ടില്ല. അത് മുമ്പോട്ട് പോകണം എന്നുള്ളൊരു തീരുമാനത്തിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്.